കോടാലിത്തയിൽ അതേപോലെ തന്നെ പെർഫ്യൂം ഒക്കെ നാട്ടിലിങ്ങനെ കൊണ്ടുപോയി കൊടുത്ത ഫ്രണ്ട്സ് നിങ്ങളോട് സേഫ് അല്ലെന്ന് ചോദിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ അവരോട് ദേഷ്യം പുലർത്തുന്നത് ശരിയല്ല കേട്ടോ. കാരണം അവരും അതായത് ഇവിടുത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ 24 hours വാച്ച് ചെയ്യുന്നുണ്ട്. അതായത് മാധ്യമങ്ങളിലും അതേപോലെ തന്നെ ലൈവ് അപ്ഡേറ്റിലായിട്ട് അവർ ലൈവായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ അവർക്ക് നമ്മളെ സുഹൃത്തുക്കൾക്ക് ഒരു പ്രശ്നമില്ല. വെറുതെ അവരെ ചോദിച്ചിട്ട് പാനിക് ആക്കണ്ട എന്നുള്ള രീതിയിലായിരിക്കും കൂടുതലും ചോദിക്കാത്തത്. കാരണം നല്ലൊരു സുരക്ഷിതമായ കൈകളിലാണ് അല്ലെങ്കിൽ നല്ലൊരു നേതൃത്വത്തിന്റെ കീഴിലാണ് നമ്മളൊക്കെ ഇപ്പോൾ ജോലി ചെയ്യുന്നതെന്നുള്ളത് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ആ ഒരു പേരിലായിരിക്കും ചിലപ്പോൾ നമ്മളോട് നിങ്ങൾ സേഫ് ആണോ എന്ന് ചോദിക്കാത്ത കേട്ടോ. ഓക്കെ, കാരണം ഓൾറെഡി അവർ ന്യൂസും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതിന് ചോദിക്കേണ്ട സാഹചര്യം വന്നെങ്കിൽ എന്തായാലും നിങ്ങളോട് ചോദിച്ചിരിക്കും. ഒരിക്കലും എന്താ പറയുക, നിങ്ങളെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നാട്ടുകാർ ജസ്റ്റ് ഒന്ന് സേഫ് ആണെന്ന് ചോദിക്കാത്തതിന്റെ പേരിൽ ആരും ദേഷ്യപ്പെടേണ്ട, ആരും അവരോട് ശത്രുത പുലർത്തണ്ട കേട്ടോ. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ പലരും കണ്ടു നാട്ടില് അതിന് കണ്ടിന്യൂ ആയിട്ട് ഒരു വീഡിയോസ് കണ്ട് സേഫ് അല്ലെന്ന് ചോദിച്ചിട്ടില്ല, ഇത്ര കാലം ഒന്നിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ അത് വേണം ഇത് വേണം ഒക്കെ പറഞ്ഞ് ഒരുപാട് പേര് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ബാക്കിയൊക്കെ അണ്ടർ കൺട്രോളിലാണ് എല്ലാം. ഇവിടെയൊക്കെ എന്താ പറയാ ഓക്കെ ആണ്. ഇൻഷാ അല്ലാഹ് ഇനി നാട്ടിലുള്ള നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടിയിട്ട്. അതായത് എത്രയും പെട്ടെന്ന് ഈ ഒരു യുദ്ധം അവസാനിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അത് മാത്രമാണ് നിങ്ങൾക്ക് ഞങ്ങളോട് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യം. ഇൻഷാ അല്ലാഹ് എല്ലാം നല്ലതാവട്ടെ. എത്രയും പെട്ടെന്ന് ഈ ഒരു യുദ്ധം ഒരിക്കലും നല്ലതല്ല. ഏത് രാജ്യത്തിനാണെങ്കിലും ഏതിനാണെങ്കിലും അതെല്ലാം ബാധിക്കുന്നത് എല്ലാവർക്കും ആയിരിക്കും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് പഴയ ഒരു സ്ഥിതിയിലേക്ക് എത്തട്ടെ എന്നുള്ളൊരു ഇത് മാത്രമാണ് കേട്ടോ. അപ്പോൾ യാ അല്ലാഹ്, അസ്സലാമു അലൈക്കും, നമസ്കാരം.